എൻ്റെ പേര് അമ്മു. ഞാൻ കൊല്ലംകാരിയാണ്. ആഫ്റ്റർ ഡെലിവറി എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആങ്കർ ഇഷ്യൂ ആയിരുന്നു കൂടുതൽ. എല്ലാവരോടും, പേരൻസ്, ഹസ്ബൻഡിൻ്റെ പേരൻസ് എല്ലാവരോടും എന്താ പറയുക, ഒരു ദേഷ്യം. അങ്ങനെ ഒരു കുഞ്ഞ് വന്നു. എൻ്റെ കുഞ്ഞിനോട് പോലും എനിക്കൊരു ദേഷ്യം വന്നു. എൻ്റെ ഹസ്ബൻഡുമായിട്ട് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ എന്താ പറയുക ഡൈവോഴ്സ്. പക്ഷേ എന്താ പറയുക, എനിക്കെന്താ പറ്റിയെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പേരൻസിലും റിലേറ്റീവ്സിലും ഒരാളാണ് അശ്വതി മാമിൻ്റെ കാര്യം പറഞ്ഞത്. അശ്വതി മാമിൻ്റെ കൗൺസിലിംഗ് ക്ലാസ് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം എനിക്ക് എന്താ പറയുക, മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടിയത് അശ്വതി മാമിൻ്റെ കൂടെയാണ്. അശ്വതി മാം എല്ലാം എന്നെ കേട്ടു, എനിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞു തന്നു. എനിക്ക് എന്താ പറയുക, യോഗ, മെഡിറ്റേഷൻ എല്ലാം കൂടെ മാഡത്തിൻ്റെ എന്താ പറയുക മാഡത്തിൻ്റെ സംസാരം തന്നെ നമുക്ക് എന്താ പറയുക, ഒരു നല്ല ഫീല് തന്നെയാണ്. എന്താ പറയുക, ഷീ ഇസ് എന്താ പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെന്താ, നല്ല രീതിയിൽ സംസാരിച്ചു. എനിക്ക് ആരോടും സംസാരിക്കുന്ന പോലും ഇഷ്ടമല്ലായിരുന്നു. ഈവൻ എൻ്റെ കുഞ്ഞിനോട് പോലും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതായിരുന്നു എനിക്ക് ആ സമയത്ത്. കുഞ്ഞിനെ എടുക്കാനോ അവൾക്ക് ഫീഡ് ചെയ്യാനോ ഞാൻ റെഡി ആയിരുന്നില്ല. പക്ഷേ എന്നെ മനസ്സിലാക്കി. കാരണം ഒരാളോടും എൻ്റെ അമ്മയോട് പോലും മനസ്സ് തുറക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്താ പറയുക, അങ്ങനൊരവസ്ഥയിൽ അശ്വതി മാമിൻ്റെ ക്ലാസ് പതുക്കെ എന്താ എന്നെ ഞാൻ ഓപ്പണായിട്ട് സംസാരിച്ചത്, കുറേ നാളൊരു ഓപ്പണായിട്ട് സംസാരിച്ചത് മാഡത്തിനോടാണെന്ന് തന്നെ പറയാം. ഓരോന്ന് പറഞ്ഞു തരുമ്പം ഇങ്ങനെയാണ് നമ്മളെ സപ്പോർട്ടീവായിട്ട് അശ്വതി മാമിൻ്റെ സപ്പോർട്ടൊന്നും കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫാമിലി ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച് അശ്വതി മാഡം, ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്.